ഹായ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ 8-ൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് സീസൺ 8-ൻ്റെ ലോഞ്ച് ഡേറ്റ് ഏകദേശം കൺഫേം ആയിട്ടിരിക്കുകയാണ്. സെപ്റ്റംബർ 6 ആയിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ 8-ൻ്റെ ലോഞ്ചിങ്. ഇന്ത്യയിലെ 6 ലാംഗ്വേജസിലെ ബിഗ് ബോസ് ഒരേ ദിവസം തന്നെ ലോഞ്ച് ചെയ്യുന്നു എന്നുള്ളൊരു പ്രത്യേകതയാണ് ഇപ്രാവശ്യമുള്ളത്. സീസൺ 8-ൻ്റെ ലോഗോ തന്നെ തീമിനെക്കുറിച്ച് ഒരു ചെറിയ സൂചന നൽകുന്നുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ ലോഗോയിൽ ഗ്രീക്ക് ഭാഷയിൽ ഡെമോക്രാറ്റിയ എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ഡെമോക്രാറ്റിയ എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ ഡെമോക്രസി, ജനാധിപത്യം. ബിഗ് ബോസ് സീസൺ 19 ഹിന്ദിയിലെ തീമായിരുന്നു ഈ ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം. സീസൺ 8-ൻ്റെ ആദ്യ പ്രൊമോയിലൂടെയും ലാലേട്ടൻ നമുക്ക് ചെറിയ സൂചനകൾ തരുന്നുണ്ട്. അതിൽ ഒരു രാജാവ് സ്വന്തം താല്പര്യങ്ങളെക്കാൾ പ്രജകളുടെ താല്പര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നും ഐ ആം നോട്ട് ദ കിങ്, ഐ ആം ദ കിങ് മേക്കർ എന്നും പറയുന്നുണ്ട്. ഹിന്ദി സീസൺ 19-ലും ഇതുപോലെ മത്സരാർത്ഥികൾക്ക് സ്വന്തമായി ഒരു ഗവൺമെൻറ് രൂപീകരിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമുണ്ടായിരുന്നു. അതുപോലെ ആയിരിക്കുമോ ഇപ്രാവശ്യം മലയാളം ബിഗ് ബോസിൽ? അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് ഹൗസിലെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള കൂടുതൽ പവർ മത്സരാർത്ഥികൾക്ക് ലഭിക്കും. ഹിന്ദിയിൽ വൻ സക്സസ് ആയിരുന്ന ഈ തീം അതുപോലെ തന്നെ മലയാളത്തിൽ ഉപയോഗിക്കുമോ അല്ലെങ്കിൽ മറ്റു മാറ്റങ്ങളോടുകൂടി ആയിരിക്കുമോ വരുന്നത് എന്നറിയാൻ ഇനിയുള്ള പ്രൊമോകൾക്കായി നമുക്ക് കാത്തിരിക്കാം. ബിഗ് ബോസ് സീസൺ 8-ൻ്റെ മെയിൻ പ്രൊമോ വരുന്ന ആഴ്ചകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ബിഗ് ബോസ് 8-ന് മുമ്പായി അഗ്നിപരീക്ഷ ഓഗസ്റ്റ് 15 തുടങ്ങുകയാണ്. രഞ്ജിനിയും റിയാസും അഖിൽ മാരാറുമാണ് ഷോയുടെ ജഡ്ജസ് ആയിട്ട് വരുന്നത്. റനീഷയാണ് അഗ്നിപരീക്ഷയുടെ ഹോസ്റ്റ്. സ്റ്റേജിൽ വെച്ച് തന്നെ നടക്കുന്ന പല ടാസ്കുകളിലൂടെ 40 സാധാരണക്കാർ മത്സരിച്ച് കൂടുതൽ പോയിന്റുകൾ നേടുന്ന ഒന്നോ അതിലധികമോ കോമണേഴ്സ് ആയിരിക്കും ബിഗ് ബോസ് സീസൺ 8-ലേക്ക് സെലക്ട് ആകുന്നത്. കഴിഞ്ഞ ആഴ്ച പുറത്തു വന്ന പ്രൊമോയിലൂടെ സിമ്പിൾ ടാസ്കുകളൊന്നും ആയിരിക്കില്ല അഗ്നിപരീക്ഷയിൽ എന്ന് നമുക്ക് ഉറപ്പിക്കാം. ബിഗ് ബോസ് അഗ്നിപരീക്ഷയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ 8-ൻ്റെ പുതിയ ലാലേട്ടൻ്റെ പ്രൊമോകൾക്കായും നമുക്ക് കാത്തിരിക്കാം. ലേറ്റസ്റ്റ് ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക.